ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പയർ മെഴുക്ക് പുരട്ടിയുടേതാണ്. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 കിലോ പയർ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മെഴുക്ക് പുരട്ടിക്ക് ഞാൻ ഇതേ രീതിക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മെഴുക്ക് പുരട്ടിക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതേ വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. എല്ലാ പയറും ഞാൻ അതാ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒരു 10ഓളം ചുവന്നുള്ളിയാണ്. ഒരല്പം കനത്തിൽ വട്ടത്തിലരിഞ്ഞ്, പിന്നെ ഒരു 4 പച്ചമുളക് കീറിയതും. അപ്പോൾ ചുവന്നുള്ളി മസ്റ്റായിട്ട് ചേർക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. കടായി അടുപ്പത്ത് വെച്ച് ഒരു 1.25 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ലോട്ട് മീഡിയം ഫ്ലെയിമിലിടുക. ഒരു 1/2 സ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ച് കറുത്ത് പോകാതെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല മണം വരുന്ന സമയത്ത് നമ്മൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പയർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേ രീതിക്ക് നിങ്ങളൊന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഒന്ന് പറഞ്ഞാണ്. പയർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നാടൻ പയറല്ല ഇത്. നാടൻ പയറാണെങ്കിൽ വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്കറിയാം പയറൊന്നും വെന്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നാടൻ പയറല്ലാത്തതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം വേവുള്ളതാണ്. ഇവിടെ നമ്മളിത് പയർ തന്നെ പറയും, ചില സ്ഥലത്ത് അച്ചിങ്ങ പയർ എന്ന് കൂടി പറയും. ഇനി ഒരു 3 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലാക്കി ഒന്ന് അടച്ച് വെക്കുക. 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മൾക്കിത് വെള്ളമൊക്കെ ഒന്ന് വറ്റി പയറൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കലില്ലല്ലോ മെഴുക്ക് പുരട്ടി. ഒരല്പം നീരൊക്കെ വേണം. ഇനി അതിലേക്ക് പോരാത്ത ഉപ്പും ചേർത്ത് കൊടുത്തു. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടത് ചെയ്യുക. എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ മെഴുക്ക് പുരട്ടി ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ചുവന്നുള്ളി ചേർത്ത് നല്ലതുപോലെ ചുവന്നുള്ളി ചേർക്കണം. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി അതുകൂടി ചേർത്തു. ഇനി ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ അതുകൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മുടെ നാടൻ മെഴുക്ക് പുരട്ടി ഇവിടെ സൂപ്പറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി അത് ആവിയിലിരിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം നമ്മളത് ഉപയോഗിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് പാർത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാത്തവരായിട്ട് ആരുമില്ല. ഈ ഒരു രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കണേ, എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിന്ന് ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു പയർ മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ സൂപ്പറായില്ലേ. അപ്പോൾ നമ്മൾക്ക് പയർ മെഴുക്ക് പുരട്ടിയും ഒരു മാങ്ങാക്കറിയുണ്ട്, പിന്നെ ഒരു ഓംലേറ്റും. അപ്പോൾ അടിപൊളിയായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.